പെണ്ണും പൊറാട്ടും എന്ന സിനിമ തിയേറ്ററിൽ പോയി കണ്ടു. ഗംഭീര സിനിമ, ഒരു കിടിലൻ തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് ഈ സിനിമ എനിക്ക് സമ്മാനിച്ചത്. രാജേഷ് മാധവനാണ് ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. ഗംഭീരമായിട്ട് പുള്ളി സിനിമ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഈ സിനിമ തിയേറ്ററിൽ കാണാൻ പോയപ്പോൾ ഇത്രയും ഒരു ഗംഭീര സിനിമയായിരിക്കുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയിട്ടാണ് ഞാൻ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയത്. രവി ശങ്കറാണ് ഈ സിനിമയുടെ റൈറ്റർ. എന്താണ് നിങ്ങൾ എഴുതി വെച്ചിരിക്കുന്നത്? ഒരു ക്ലാസിക് സിനിമ എന്ന് തന്നെ പറയാം ഈ സിനിമ. അത് പ്രസൻറ്റ് ചെയ്തിരിക്കുന്ന രീതി, രാജേഷ് മാധവൻ്റെ നമ്മൾ ഒരിക്കലും ഇങ്ങനത്തെ ഒരു സിനിമ പ്രതീക്ഷിച്ചില്ല. പുള്ളി ഗംഭീരമായിട്ടാണ് സിനിമ ഒരുക്കി വെച്ചിരിക്കുന്നത്. പാലക്കാടുള്ളൊരു സാങ്കല്പിക ഗ്രാമം. ആ ഗ്രാമത്തിൽ ഒരു നായ്ക്ക് പേയിളകുന്നു. ആ നായയുടെ പിന്നാലെ ഒരു കൂട്ടം മനുഷ്യർ പായുന്നു. ശരിക്കും നായ്ക്കാണോ പേയിളകിയത് അതോ മനുഷ്യർക്കാണോ? ഇതാണ് ഈ സിനിമയുടെ ഒരു ബേസിക് തീം എന്ന് പറയുന്നത്. സിനിമ കണ്ടു തന്നെ അറിയാം അവരെന്താണ് സിനിമയിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് എന്നുള്ളത്. ഒരു ആക്ഷേപഹാസ്യം എന്ന രീതിയിലാണ് സിനിമ എടുത്തു വെച്ചിരിക്കുന്നത്. ഒരു നോർമൽ മനുഷ്യൻ്റെ ഉള്ളിൽ എന്തൊക്കെ ചിന്താഗതികളാണ് ഉള്ളത് എന്നുള്ളത് ശരിക്കും ഈ സിനിമയിൽ അവർ തുറന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഓരോ ഗ്രേ ഷെയ്ഡുള്ള ഓരോ മനുഷ്യന്മാർ അവരുടെ സന്തോഷത്തിന് വേണ്ടി എന്തൊക്കെയാണ് അവർ കാണിച്ചു കൂട്ടുന്നത് എന്നുള്ളതൊക്കെയാണ് ഈ സിനിമയിൽ ഭയങ്കര ഒരു കോമിക് രീതിയിൽ ഭയങ്കര ഹ്യൂമറസ് ആയിട്ട് അവർ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ശരിക്കും ഒരു ആക്ഷേപഹാസ്യം കറക്റ്റായിട്ട് അവരത് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട് ഈ സിനിമയിൽ. ഈ സിനിമയുടെ മെയിൻ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ആക്ടേഴ്സിൻ്റെ പെർഫോമൻസ് തന്നെയാണ്. ഒരു ലോഡ് പുതുമുഖങ്ങളുണ്ട് ഈ സിനിമയിൽ. എല്ലാവരും ഒന്നിനൊന്ന് മെച്ചം. കിടിലം പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ കിടിലം പെർഫോമൻസ്. അത് മെയിൻ ക്യാരക്ടേഴ്സ് ആയാലും സൈഡ് ക്യാരക്ടേഴ്സ് ആയാലും ജസ്റ്റ് വന്നു പോകുന്ന ആൾക്കാരായാലും എല്ലാവരും അടിപൊളിയായിട്ടാണ് ഈ സിനിമയിൽ പെർഫോം ചെയ്തിരിക്കുന്നത്. നല്ല രസമാണ് ഇവരുടെ പെർഫോമൻസ് കണ്ടുപിടിക്കാനായിട്ട്. ഇവരുടെ ഡയലോഗ് ഡെലിവറി, ആ ലാംഗ്വേജ് ചെയ്തിരിക്കുന്നത് എല്ലാം അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഈ സിനിമയിലെ മെയിൻ ഒരു കഥാപാത്രം പട്ടിയാണ്. അപ്പോൾ പട്ടിക്ക് വോയിസ് കൊടുത്തിരിക്കുന്നത് ടൊവിനോ തോമസ് ആണ്. പട്ടിയുടെ ഒരു ആക്ഷൻ വരുമ്പോഴും പുള്ളിയുടെ സൗണ്ട് മോഡുലേഷനും കാര്യങ്ങളൊക്കെ നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ആ ഒരു പട്ടിയുടെ ഇമോഷൻ സിനിമയിൽ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത് അതും നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. പ്രേക്ഷകർക്ക് ശരിക്കും കണക്റ്റ് ആവും. അത്രക്ക് ഭംഗിയായിട്ടാണ് ഇവർ ഇമോഷൻസ് ഈ സിനിമയിൽ കൈകാര്യം ചെയ്തിരിക്കുന്നത്. അതും ഹ്യൂമർ പ്രസൻറ്റ് ചെയ്തുകൊണ്ട്. അതാണ് ഈ സിനിമയുടെ ഒരു വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ സിനിമയുടെ വിഷ്വൽസ് ഗംഭീരമായിട്ട് വിഷ്വൽസ് ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. ഇതിൽ ഒരുപാട് ചേസീനുണ്ട്, പട്ടിയുടെ പുറകെ പോകുന്ന കാര്യങ്ങളൊക്കെ. അതൊക്കെ അടിപൊളിയായിട്ടാണ് സിനിമയിൽ എടുത്തു വെച്ചിരിക്കുന്നത്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, സൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റ്, ആർട്ട് വർക്ക്, ഒരുപാട് സീനുകളിൽ ഒരുപാട് പ്രോപ്പർട്ടീസ് അവർ ഓരോ സൈഡിലൊക്കെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നല്ല രസമായിട്ടാണ് നമ്മൾ സ്ക്രീനിൽ കാണുമ്പോൾ നല്ല അടിപൊളിയായിട്ട് അത് നമുക്ക് ഫീൽ ചെയ്യും ഓരോ പ്രോപ്പർട്ടീസൊക്കെ. അപ്പോൾ അതൊക്കെ ഗംഭീരമായിട്ട് തന്നെ വന്നിട്ടുണ്ട്. സിനിമയിൽ മൊത്തത്തിൽ എനിക്ക് സിനിമ ഭയങ്കര ഇമ്പാക്റ്റാണ് തന്നത്. ഞാൻ ഇത്ര ഒന്നും പ്രതീക്ഷിച്ചില്ല ഇങ്ങനത്തെ ഒരു സിനിമ കാണാൻ പോയപ്പോൾ. പക്ഷേ അടിപൊളിയായിരുന്നു സിനിമ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ, സിനിമയുടെ ആ ഒരു തീം, ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ ആ ഒരു സംഭവങ്ങളൊക്കെ എല്ലാം നല്ല രീതിയിൽ തന്നെ വർക്കായിട്ടുണ്ട്. സിനിമയിലെ ഹ്യൂമർ വർക്കായിട്ടുണ്ട്, സിനിമയിലെ ഇമോഷൻസ് വർക്കായിട്ടുണ്ട്, സിനിമയുടെ തീം വർക്കായിട്ടുണ്ട്. എല്ലാം അടിപൊളിയായിട്ട് തന്നെ വർക്കായിട്ടുണ്ട്. രാജേഷ് മാധവൻ എന്ന ഡയറക്ടറിൻ്റെ തുടക്കം എന്തായാലും കലക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു സിനിമാ മോഹിയാണ് നിങ്ങളെങ്കിൽ തിയേറ്ററിലൊരു മസ്റ്റ് വാച്ച് തന്നെയാണ് പെണ്ണും പൊറാട്ടും എന്ന സിനിമ. എന്തായാലും കണ്ടിരിക്കേണ്ട ഒരു സിനിമ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കൂടി ഒന്ന് കമൻറ്റ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാം. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ സന്തോഷം. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.